എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതേ ഋഗങ്കരണേ. ഭജഗോവിന്ദത്തിലെ 21-ാമത്തെ ശ്ലോകം. പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനീ ജഡരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ. പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനീ ജഡരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. പുനഃഭിജനനം വീണ്ടും ജനിക്കുക, പുനഃഭിമരണം വീണ്ടും മരിക്കുക, പുനഃഭിജനനീ ജഡരേ ശയനം വീണ്ടും മാതൃഗർഭത്തിൽ കിടക്കേണ്ടി വരിക. അഹോ കഷ്ടം. ബഹുദൂസ്ഥാരേ ഇഹ സംസാരേ കടക്കാൻ വിഷമമേറിയ ഈ സംസാരക്കടലിൽ പെട്ടുഴലുന്ന എന്നെ ഹേ മുരാരേ കൃപയാ അപാരേ പാഹി സീമാതീതമായ കാരുണ്യത്തോടെ രക്ഷിക്കണേ. കാലചക്രത്തിൻ്റെ ഭ്രമണത്തിൽപ്പെട്ട് ജീവൻ ജനിച്ചും മരിച്ചും സംസാരത്തിൽ ഭ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവേകശൂന്യമായ സങ്കല്പങ്ങൾ മൂലം ഉള്ളിൽ ആഗ്രഹങ്ങൾ ഉദിച്ചുകൊണ്ടിരിക്കും. അവ നിറവേറ്റാൻ പറ്റിയ അനുഭവ മണ്ഡലങ്ങളിലേക്ക് അവ ജീവനെ അയച്ചുകൊണ്ടുമിരിക്കും. ഉള്ളിലെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ, അതായത് വാസനകൾ തീർക്കാനാണ് ജീവൻ പുതിയ ജന്മമെടുക്കുന്നതെങ്കിലും അജ്ഞത കാരണം ജീവിതോദ്ദേശവും ശരിയായ ജീവിതക്രമവും എന്തെന്നറിയാതെ സമഷ്ടി വാസനയുടെ വികസനമാണ് ജഗത്ത്. അതിലേക്ക് സ്വന്തം വാസനയുമായി ഓരോ ജീവനും കടന്നു വരുന്നു. വൃഷ്ടിവാസനയും സമഷ്ടിവാസനയും തമ്മിലുള്ള കെട്ടിമറിച്ചിൽ തന്നെ സംസാരം. സഹനവാസനയ്ക്ക് അനുയോജ്യമായി ജീവിക്കുക. അഹന്താമമതകൾ വെടിഞ്ഞ് ആത്മാർപ്പണഭാവത്തോടെ നിഷ്കാമകർമ്മം ചെയ്തുകൊണ്ട് പുതിയ വാസനകൾ ജനിക്കാൻ ഇടയാകാതെ പഴയ വാസനകൾ നിശേഷം തീർക്കുക. ഇതത്രേ ശരിയായ ജീവിതക്രമം. പ്രവർത്തിക്കൂ, മഹത്തായ നേട്ടങ്ങൾ കൈവരിക്കൂ. എന്നാൽ ഒരു കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സർവപ്രവർത്തനങ്ങളും പരമാത്മാവിൽ അർപ്പിച്ചുകൊണ്ടും മയ്യ സന്യസ്യ സേവന മനോഭാവത്തോടെയും ലോകസംഗ്രഹായ സ്വാർത്ഥത കൂടാതെയും യജ്ഞാർത്ഥം ആയിരിക്കണം എന്നത്രേ ഭഗവത്ഗീത നൽകുന്ന നിർദ്ദേശം. ഈ ജീവിതത്തിൻ്റെ ഫലമായി സഹവാസനകൾ ക്ഷയിക്കുമ്പോൾ ചിത്തവൃത്തികൾ അടങ്ങുകയും അങ്ങനെ സൂക്ഷ്മ ശരീരം അല്ലെങ്കിൽ മനോബുദ്ധികൾ നശിക്കുകയും ചെയ്യുന്നു. സാധകൻ മനോബുദ്ധികൾക്ക് അതീതനായി തീരുന്നുവെന്നർത്ഥം. അപ്പോൾ ആത്മാനുഭൂതിയും ഉണ്ടാകുന്നു. ഈ പരമാത്മാവസ്ഥയിലെത്തിയ യോഗിയിൽ വാസനകൾ ഇനി ബാക്കിയുണ്ടാവില്ല. അതുകൊണ്ട് സങ്കല്പങ്ങളോ ആഗ്രഹങ്ങളോ ഉള്ളിൽ ഉദിക്കുകയുമില്ല. ആ നിലയ്ക്ക് പുതിയൊരനുഭവ മണ്ഡലത്തിൽ ചെന്ന് ദേഹമെടുക്കാൻ സൂക്ഷ്മ ശരീരമെവിടെ? പുനർജന്മത്തിന് കാരണമൊന്നും അവശേഷിക്കുന്നില്ലെന്നർത്ഥം. ജനനം വേദനാജനകമാണ്, മരണം അതിലേറെ. ഗർഭാശയത്തിലെ വാസമാണെങ്കിൽ നരകം തന്നെ. അമ്മയുടെ ശാരീരിക ചലനങ്ങളും മാനസിക വിഷമങ്ങളും മൂലമുണ്ടാകുന്ന പീഡയേറ്റുകൊണ്ടുള്ള ആ കിടപ്പുണ്ടല്ലോ, ദയനീയം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് എന്തു ചെയ്യാൻ കഴിയും? സ്വയം രക്ഷപ്പെടാനാവാതെ നിലയിലാണ് നാം ഇന്ന്. പരമോന്നത പദവിയിൽ നിന്ന് സംസാരത്തിലേക്കുള്ള വീഴ്ചയുടെ ശക്തി കാരണം നമുക്ക് സ്വയം തടുക്കാൻ പറ്റാത്ത മട്ടാണ്. ആത്മാവായ എന്നിൽ നിന്ന് ജനിച്ച അഹങ്കാരമാവുന്ന ഘോര രാക്ഷസൻ കരുത്തനായി എന്നെ നിർദ്ദയം കീഴടക്കി ഭരിക്കുകയാണ്. എൻ്റെ ഹൃദയം അവൻ
അന്യായമായി കൈയടക്കി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ്റെ മുമ്പിൽ ഞാൻ വെറും അടിമ. ഭയങ്കരനായ ഈ സ്വേച്ഛാധികാരിയുടെ അഹങ്കാരത്തിൻ്റെ തടങ്ങലിൽ നിന്ന് എന്നെ മോചിപ്പിക്കാൻ സമർത്ഥനായ ഒരു കരുത്തനായ സുഹൃത്തിനെ തേടുകയാണ് ഞാൻ. ഹേ കൃഷ്ണ, മുരനെ നശിപ്പിച്ച അങ്ങ് എന്നിൽ കനിയണേ. എന്നെ രക്ഷിക്കാൻ മറ്റാർക്കും കഴിവില്ല. പ്രഭോ, പാഹിമാം ത്രാഹിമാം എന്നിങ്ങനെ അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് ചരണങ്ങളെ ശക്തിപൂർവം ആശ്രയിക്കുകയേ ഗതിയുള്ളൂ. എന്നാൽ ഇന്നോളമുള്ള എൻ്റെ ചെയ്തികളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈശ്വരനെ മറന്ന് വിഷയലോലുപനായി ജീവിച്ചു പോന്ന എനിക്ക് ഇപ്പോൾ അവിടുത്തെ സഹായം തേടാൻ എന്ത് അവകാശം? ഭഗവാനെ, അങ്ങയെ ദർശിക്കാനുള്ള ശുദ്ധി എനിക്കില്ലെന്നും അറിയാം. അങ്ങയ്ക്ക് നിവേദിക്കാൻ കണ്ണീരല്ലാതെ മറ്റൊന്നും എൻ്റെ പക്കലില്ല. അമിതമായ വിഷയഭുക്തി മൂലം വന്നുപെട്ട തളർച്ച, സ്വാർത്ഥകർമ്മങ്ങളിൽ നിന്ന് വമിക്കുന്ന ദുർഗന്ധം, കാമാഗ്നിയേറ്റ് പൊടിഞ്ഞ വിയർപ്പ്, രോഗം മൂലം വന്നുപെട്ട കെട്ടുകൾ, ഇത്രയുമാണ് എൻ്റെ ഇന്നോളമുള്ള സമ്പാദ്യം. ശരിക്കു പറഞ്ഞാൽ അവിടുത്തെ കൃപാകടാക്ഷത്തിന് ഞാൻ അർഹനല്ല. എന്നിരിക്കലും ഹേ ഭഗവൻ, താണുകേണ അപേക്ഷിക്കുകയാണ്. ഞാൻ തളർന്ന അവശനായിരിക്കുന്നു. എല്ലാം നശിച്ച എനിക്കിന് യാതൊന്നിനും കഴിവില്ല. മറ്റൊരു രക്ഷയും എനിക്കില്ല. എൻ്റെ തെറ്റുകൾ ഞാൻ മനസ്സിലാക്കുന്നു, ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്നു. അവിടുത്തെ കാരുണ്യത്തിന് കേണുകൊണ്ട് ഞാനിതാ അങ്ങയെ ശരണം പ്രാപിക്കുന്നു, അഭയം തേടുന്നു. ഒന്ന് കടാക്ഷിക്കണേ. ആർത്തത്രാണപരായണനും ദീനബന്ധുവും ആശ്രിതവത്സലനും അനാഥരക്ഷകനുമായ അവിടുന്ന് എന്നെ രക്ഷിക്കാതിരിക്കുമോ? മുരൻ എന്ന അസുരനെ സംഹരിച്ചവനാണല്ലോ അവിടുന്ന്. ആ പഴയ ഭയങ്കര ശത്രു ദുർവാസനാ സഞ്ചയ രൂപത്തിൽ, അഹങ്കാര രൂപത്തിൽ എൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. എന്നിൽ കരുണ തോന്നണേ. ആ അസുരനെ ഒരിക്കൽ കൂടി സംഹരിച്ച് ഹേ കരുണാമൂർത്തെ എന്നെ രക്ഷിക്കണേ. ഇങ്ങനെ ആത്മാർത്ഥമായി ഈശ്വരനെ ശരണം പ്രാപിച്ച് അവിടുത്തെ അനുഗ്രഹത്തെ പ്രാർത്ഥിക്കുക, ഈശ്വര സാന്നിധ്യം അനുഭവിക്കുക. അതാണ് ദിവ്യവാസനകൾ വളർത്താനും ഈശ്വരീയ ശക്തി ഉദ്ദീപിപ്പിക്കാനുമുള്ള ഉപായം. അപ്പോൾ ഈശ്വരാനുഗ്രഹ രൂപത്തിൽ ഉടൽ ഉൽപ്പന്നമാകുന്ന ആത്മബലം കൊണ്ട് വേണം ഉള്ളിൽ കളിക്കുന്ന അഹങ്കാര രാക്ഷസനെയും അവൻ്റെ അനുയായികളുമായ സദാ കലശൽ കൂട്ടിക്കൊണ്ടിരിക്കുന്ന അനർത്ഥകാരികളായ സ്വാർത്ഥകാമനകളെയും നശിപ്പിക്കാൻ. ഇവ അടങ്ങിയാൽ, അഹങ്കാര വിക്രിയകൾ നിലച്ചാൽ മുരളീധരൻ്റെ മധുരമോഹന ഗീതം കേൾക്കാം. നീലമേഘ ശ്യാമളവർണ്ണം കാണാം. അവിടുത്തെ തിരുമാറിൽ അണിഞ്ഞിരിക്കുന്ന വനമാലയുടെ സുഗന്ധം ആസ്വദിക്കാം. ഉണ്ണികൃഷ്ണൻ്റെ ഉള്ളംകൈയിലെ വെണ്ണ നുകരാം. പരമാത്മാവിൻ്റെ ആലിംഗനത്തിൽ അമർന്ന് അക്ഷയാനന്ദം അനുഭവിക്കാം. ഓം തത്തത് സർവം കൃഷ്ണാർപ്പണം.